തൃശൂരിൽ കൊടാലിയിൽ പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച വീട്ടിൽ ഇന്ന് വീണ്ടും പാമ്പിനെ കണ്ടെത്തി. സംസ്ഥാനത്ത് വീണ്ടും പാമ്പ് കടിയേറ്റൊരു മരണം എന്നൊരു വാർത്ത വരുന്നു. കായംകുളം സ്വദേശി സെലീനയാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിനിക്ക് പാമ്പ് കടിയേറ്റു. പോത്തൻകോട് വേങ്ങോട് സ്വദേശി ദുർഗയ്ക്കാണ് കടിയേറ്റത്. ഇതൊരു അവയർനെസ് വീഡിയോ ആണ്, അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. ഇപ്പം റീസെന്റ് ആയിട്ട് ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ മാക്സിമം വരുന്ന ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് കടിയേറ്റ് മരിച്ചു, പാമ്പിന്റെ വിഷബാധയേറ്റു എന്നുള്ള ഒരുപാട് ന്യൂസുകളാണ്. ചിറയൻകീഴ് സ്വദേശി ദിക്ഷലിന് പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നുള്ള ന്യൂസാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെറും 8 വയസ്സ് മാത്രമാണ് ആ കുട്ടിക്ക് പ്രായം. എപ്പോഴും കാണുന്ന പോലെ ഒരു ന്യൂസ് എന്ന രീതിയിൽ ഞാനും അത് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവാറുണ്ടായത്. പക്ഷെ അതിന്റെ കൂടെ വന്ന ഒരു വീഡിയോ എന്നെ വല്ലാണ്ടങ്ങ് ഒന്ന് പിടിച്ചൊലച്ചു. ദിക്ഷലിന്റെ ജീവന്റെ ശരീരം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പം അവന്റെ അമ്മ വിങ്ങിപ്പൊട്ടി കരയുന്ന ഒരു വീഡിയോ കാണാനിടണ്ടേ. അത് എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് തന്നിട്ടുള്ളത്. ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. പക്ഷെ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്തിരത്തിലുള്ള വിമർശനങ്ങൾ വരുമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ വിറ്റിട്ടാണോടാ നീ വീഡിയോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് വരാം. പക്ഷെ ആ വീഡിയോ ആണ് എന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനൊക്കെയുള്ള ഒരു പ്രേരണ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ സോറി. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഞാനിത് കൂടുതലായിട്ട് കാണിക്കുന്നില്ല, എല്ലാവരുടെയും മനസ്സ് വേദനിക്കുന്നു എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ ദിക്ഷല് മരിച്ചതെന്ന് വെച്ചാൽ ഉറക്കത്തില് പാമ്പ് കടിയേറ്റിട്ടാണ്. എന്തോ കാലിൽ കടിച്ചു, വേദനിക്കുന്നു അച്ഛ എന്ന് രാത്രി ഒരു 2:30 തോന്നുന്നു. 2:30 അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ അടുത്തുള്ള ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ദിക്ഷലിനെയും കൂട്ടി പോവാണ് ഉണ്ടായത്. ദിക്ഷലിനെയും കൂട്ടി ചിറയൻകീഴ് ആശുപത്രിയിൽ പോയതിനു ശേഷം അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു റെസ്പോൺസ് ദിക്ഷലിന്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്. ആ വീഡിയോയും കൂടി നിങ്ങളൊന്ന് കാണണം. കാലിലെന്തോ കടിച്ചെന്നും പറഞ്ഞ മോനിന്ന് കരഞ്ഞത്. കരച്ചിൽ കേട്ടോണ്ട് നമ്മൾ ചെല്ലുവാണ്. ഇതിപ്പോ ഞാൻ ചെന്ന ഉടനെ തന്നെ ഈ കാലിൽ കടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ അറിയാന്നുള്ളൂ, കേസുകളൊക്കെ അറിയാന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അപ്പൊ തന്നെ എടുത്തിട്ട് പോയി. എന്താണെന്ന് നോക്കിയില്ല. ആ സമയത്ത് ഒന്നും ഇല്ലായിരുന്നു അവിടെ. ഞാൻ നേരെ എടുത്തുകൊണ്ട് നമ്മൾ ചിറങ്ങി താലൂക്ക് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി എന്താണ് കടിച്ചതെന്ന് അറിയില്ല. ചെറിയൊരു മുറിവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും പൈതാര് അങ്ങനെ എന്തെങ്കിലും ആവുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. അപ്പൊ അവിടെ കൊണ്ടുവന്നപ്പോ അവൻ പറയുന്ന കാലിലെന്തോ വലിയ സാധനം കയറി. അപ്പൊ ഞാനും പേടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അത് പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടില്ലെന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. സംസാരിക്കുന്ന കാല് വേദന ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ബ്ലഡ് ടെസ്റ്റ് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെന്നതിന്റെ ഇടയിലാണ് അവന് ബുദ്ധിമുട്ടാണ്, ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. ഛർദ്ദിക്കുന്നതിനിടയിൽ പിന്നെ ശ്വാസം എടുക്കാനും പറ്റും, ഭയങ്കര ബുദ്ധിമുട്ടായി. അവൻ പറയുന്നുണ്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, തല കറങ്ങുന്നു, കാണാനില്ല, എല്ലാവരും രണ്ടായിട്ട് കാണുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് വേണ്ടത്തെ കയറാൻ കിട്ടിയില്ല. അവിടെ നിന്ന് അവരപ്പോ ഇങ്ങനെ തൊണ്ടയിൽ എന്തോ പിന്നെ സംസാരിക്കാൻ പറ്റില്ല, തൊണ്ടയിൽ കൈ കാണിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഒരു ആംബുലൻസ് കയറ്റി വിടാ ചെയ്ത്. അവിടെ നിന്ന് ഇഞ്ചക്ഷൻ എടുത്തിരുന്നോ? ഇഞ്ചക്ഷൻ എടുത്തോന്ന് അറിയത്തില്ല, എന്തോ ഒരു ഇഞ്ചക്ഷൻ അവിടെ ട്രിപ്പിന്റെ ഇത് കൈ വെച്ചായിരുന്നു, അത് കണ്ടിട്ടുള്ളൂ. അവിടുന്ന് വരുന്ന വഴിയിൽ വെച്ച് തന്നെ പകുതി എത്തിയപ്പോഴത്തേക്കും അനക്കൊന്നുമില്ലാതായിരുന്നു. ഞാൻ വെച്ച് ക്ഷീണം കൊണ്ടാണ് ആയെന്നാ കരുതിയത്. ഇവിടെ വന്നപ്പോ കളിച്ചില്ലായിരുന്നു. സമയം എത്ര മണിയായി കാണും? 2:45 2:30 അടുപ്പിച്ചാണ് ചിറങ്ങി പോയത് താലൂക്ക് ഹോസ്പിറ്റലിൽ. ചിറയൻകീഴ് എത്തിച്ചപ്പം അവര് കുഴപ്പമൊന്നും ഇല്ലാന്നാണോ പറഞ്ഞേ? അവര് ബ്ലഡ് എടുത്തിട്ട് അതിലൊന്നും കാണിക്കുന്നില്ലെന്നാ പറഞ്ഞേ. ആ കാണിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവന് തല ഇറങ്ങുന്നു, രണ്ടായിട്ട് കാണുന്നു പറഞ്ഞു. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞതിന് അവര് ആ ഒരു ഗൗരവത്തിലെടുത്തില്ല. സത്യം പറഞ്ഞ അവര് ഒരുമാതിരി കൊച്ചിൻ്റെ അടുത്ത് തമാശ മൂങ്ങ അടിച്ചാണോ കടന്തൽ അടിച്ചാണോ എന്നൊക്കെ ചോദിച്ചോണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ആ സംസാരത്തിന്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് ഇതായി. പിന്നീട് ഭയങ്കര വെപ്രാളം വരുന്നു, ഒന്നും ചെയ്യുന്നു. കൈകാലോട്ട് അടി സംസാരിച്ചിട്ട് സംസാരം വെളി വരുന്നില്ല, തൊണ്ടയിൽ കൈ കാണിച്ചുകൊണ്ടിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. അവര് പറഞ്ഞത് കഫം വന്ന് തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുകയാണ്, നമ്മുടെ അടുത്ത് കൈ ഇട്ടൊന്ന് ഛർദ്ദിപ്പിക്കാൻ നോക്കാൻ പറഞ്ഞു. നമ്മളെന്തിരിച്ച് നമുക്കും പെട്ടെന്ന് പറഞ്ഞ വൈഫ് നോക്കിയായിരുന്നു, കൈ ഇട്ടപ്പോൾ ഒന്നുമില്ല. അപ്പോഴത്തേക്കും തൊണ്ടയിൽ നിന്നപ്പോൾ കൈ പിന്നെ സംസാരം വെളി വരുന്നില്ലായിരുന്നു. പിന്നെ ആംബുലൻസിൽ അപ്പൊ തന്നെ കെട്ടിക്കൊണ്ടിട്ട് വരികയായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തോന്ന് ഉറപ്പില്ല. ഇഞ്ചക്ഷൻ എടുത്താന്ന് ഉറപ്പില്ലായിരുന്നു. ബ്ലഡ് എടുത്തായിരുന്നു അവിടെ നിന്ന്. ഇഞ്ചക്ഷൻ എടുക്കണം. ഈ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയെ കുറിച്ചിട്ട് ഒരു നല്ല അഭിപ്രായമല്ല അവിടുത്തെ ജനങ്ങൾക്ക് ഒക്കെ ഉള്ളത്.
ഇതുപോലെയുള്ള ഒരുപാട് അനുഭവപ്പെട്ട കുറെ ആൾക്കാർ ആ വീഡിയോന്റെ താഴെയും പിന്നെ ബാക്കിയുള്ള ഇതിന്റെ സംബന്ധമായിട്ടുള്ള ബാക്കിയുള്ള വീഡിയോന്റെ താഴെയും ഒരുപാട് കമന്റ്സ് ഇട്ടുണ്ട്. അത് ഞാൻ കുറച്ച് കമന്റ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കാം. ഒരു വാർത്ത കേട്ട ഉടനെ ഹോസ്പിറ്റലിനെ കുറ്റം പറയുന്നതല്ല, പക്ഷേ ചിറയൻകീഴ് ഹോസ്പിറ്റൽ ലോക തോൽവിയാണ്. എല്ലാത്തിനും പൈസ വേണം. ഒരു OP ടിക്കറ്റ് എടുക്കുന്നതിന് 10 രൂപ, അത് കുഞ്ഞിനായാലും വലിയവർക്കായാലും. അതിന് മാത്രമാണ് ആ ഹോസ്പിറ്റൽ കെട്ടിയിട്ടിരിക്കുന്നത്, അല്ലാതെ ചികിത്സിക്കാനല്ല, പൈസയ്ക്ക് വേണ്ടി മാത്രം. ചിറയൻകീഴ് ഹോസ്പിറ്റൽ വെറും തല്ലിപ്പൊളി ഹോസ്പിറ്റൽ. ഇനിയെങ്കിലും ആരോഗ്യ മേഖല കണ്ണു തുറന്നു നോക്കൂ. നൈറ്റ് പോയി നോക്കൂ, മറ്റ് ജീവനക്കാരും ഡോക്ടർമാരും മൂടിപ്പുതച്ചു ഉറങ്ങുന്നത് കാണാം. ഉറങ്ങുന്നവർക്ക് മാസം ശമ്പളം എണ്ണി വാങ്ങിക്കാനും അറിയാം. സർക്കാർ ചുമ്മാ ഇരിക്കുന്നവർക്കും ഉറങ്ങുന്നവർക്കുമാണ് ശമ്പളം കൊടുക്കുന്നത്. കഷ്ടം തന്നെ. ചിറയൻകീഴ് ഹോസ്പിറ്റൽ പക്ക തോൽവിയാണ്. അവർക്ക് ആര് എന്ത് അസുഖമായിട്ട് പോയാലും മെഡിക്കൽ കോളേജിലേക്ക് എഴുതാനേ അറിയും. സത്യം, എന്റെ കുഞ്ഞിന് ശ്വാസം മുട്ടൽ വന്നു കൊണ്ടുപോയപ്പോൾ ഓക്സിജൻ മാസ്ക് കൂടെ ഇല്ലായിരുന്നു. പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി മാസ്ക് വാങ്ങി കൊണ്ടുവന്ന് ചികിത്സിക്കേണ്ടി വന്നു. ഇത്രയും അലക്ഷ്യമായിട്ട് രോഗികളെ നോക്കുന്ന ഹോസ്പിറ്റൽ വേറെ കാണില്ല. മരിക്കാനാണെങ്കിൽ നേരെ ഈ ഹോസ്പിറ്റലിൽ ചെന്നാൽ മതി. പിന്നെ വികസനം കുറെ കെട്ടിടങ്ങൾ കെട്ടിവെച്ചത് കൊണ്ട് മാത്രം വികസനം ആകൂ? മെഡിസിനോ ഒരു ചികിത്സാ സംവിധാനങ്ങളോ ഇല്ല. ഉള്ളത് ഒരു ഉത്തരവാദിത്തമില്ലാത്ത കുറച്ച് ഡോക്ടർ സ്റ്റാഫുകളും പാരസെറ്റമോളും ഉണ്ട്. ഞാനൊരു ചിറയൻകീഴുകാരനാണ്. ഹോസ്പിറ്റൽ വളരെ തോൽവിയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കമന്റ്സുകൾ ഈ വീഡിയോസിന്റെയും മറ്റുള്ള വീഡിയോസിന്റെയും താഴെ വരുന്നത്. നമ്മുടെ ആരോഗ്യമേഖലയെ കുറിച്ചിട്ട് വാതോരാതെ സംസാരിക്കുമ്പോഴും ഇങ്ങനെയുള്ള ആശുപത്രികൾ നിലനിൽക്കുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യമുള്ള ഹോസ്പിറ്റൽ ഈ ആരോഗ്യമേഖലയ്ക്ക് തന്നെ നാണക്കേടാണ്. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ് നോക്കുമ്പോൾ ദിക്ഷലിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവിടുന്ന് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മൂങ്ങ കടിച്ചതോ മറ്റോ എന്താണെന്നാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടില്ല. ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഇതിന് വിഷബാധയൊന്നും ഇല്ല എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. അതിനുശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് അവിടുന്ന് റെഫർ ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിൽ പോകുന്നതിന് മുമ്പ് തന്നെ ആംബുലൻസ് വെച്ച് തന്നെ ദിക്ഷൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോ ഒരു ആന്റിവെനം പോലും ഇല്ലാത്ത, ആന്റിവെനം കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് വിഷബാധ ഏറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആശുപത്രി അധികം പറയണം. എന്നാൽ മാത്രമേ ആന്റിവെനം കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു താലൂക്ക് ആശുപത്രി നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അത് വളരെയധികം നേരത്തെ പറഞ്ഞ പോലെ ഈ ആരോഗ്യ മേഖലയെ തകർക്കുന്ന, ഈ ആരോഗ്യ മേഖലയിലെ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമ്മ എപ്പോ നോക്കിയാലും കേരളത്തിന്റെ ആരോഗ്യ മേഖല വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ആരോഗ്യ മേഖലയാണ്. ആശുപത്രികള്, സർക്കാർ ആശുപത്രികള് ആ ലെവലാണ് ഈ ലെവലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാമ്പ് വിഷയബാധ ഏറ്റിട്ട് ഒരു കുട്ടിയെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ എന്തോന്ന് ആരോഗ്യ മേഖലയാണ് നമ്മുടെ കേരളത്തിലുള്ള. ചിറയൻകീഴത്തെ അവിടത്തെ ഉള്ള ഒരു നാട്ടുകാരൻ പറഞ്ഞ വീഡിയോ കൂടി നിങ്ങൾക്ക് ഒന്ന് നോക്കാം. അവിടെ ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് റെഫർ ചെയ്ത് മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിയിലാണ് മരണപ്പെട്ടത്. ആന്റിവെനം അവിടെ ഇല്ലേ? അവിടെ ഒരുവിധം ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. നൈറ്റ് കേന്ദ്ര കാര്യത്തിന് പോയാലും ബുദ്ധിമുട്ട്, ആൾക്കാരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് പരാതികൾ പോയിട്ടുണ്ട്. ഒരു ഡോക്ടറും 2 നഴ്സൊക്കെ മാത്രമേ കാണത്തുള്ളൂ. എന്തെങ്കിലും അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കേസായിട്ട് പോയാൽ അപ്പം തന്നെ അവർ പറയും മെഡിക്കലോട് പോകാൻ പറയും. അങ്ങനെ പല പ്രശ്നങ്ങളും അവിടെ നടന്നിട്ടുമുണ്ട്. ആന്റിവെനം അവിടെ നിന്ന് കൊടുത്തിരുന്നെങ്കിൽ കുഞ്ഞിന് ഒരു പക്ഷേ വിടുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. സംഗതി ഒരു 8 വയസ്സുള്ളൊരു നല്ല സ്മാർട്ടായിട്ടൊരു കൊച്ചായിരുന്നു. കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഈ ജനങ്ങൾ മൊത്തത്തിൽ ഈ ഒരു സംഭവത്തോടെ തളർന്നുപോയി. ആള് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മോനായിരുന്നു. പക്ഷേ ഇത് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോകാൻ. സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുപോയി സംസാരിക്കുന്നുണ്ടായിരുന്നു. കൊച്ചിന്റെ കാലിൽ വേനെടുത്ത് വിളിച്ചപ്പോഴാണ് അച്ഛനും ഇവിടെ കൂട്ടുകാരന്മാരിലൂടെ കൊണ്ടുപോയത്. ചിറയൻകീഴ് കൊണ്ട് ഇവിടെ വെച്ച് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ മെഡിക്കലിൽ കൊണ്ട് ചെല്ലുന്ന മുമ്പേ ചിറയൻകീഴ് കൊണ്ട് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു നിയമം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചിറയൻകീഴ് ഹോസ്പിറ്റൽ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ റെയിൽവേ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് അത്രയും ഡിലേയും കൂടെ ആകുമ്പോഴത്തേക്ക് കൊച്ചുങ്ങളുടെ കാര്യം, കൊച്ചുങ്ങളെല്ലാം ഒരു പ്രായമുള്ള ആരെങ്കിലും സ്വഭാവം കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോഴേ പറയുന്ന മെഡിക്കലിൽ കൊണ്ടുപോകാനാണ് പറയുന്നത്. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താലൂക്ക് അതിനാണ് പോവുക. അവിടെ ചെല്ലുന്നു, സൈൻ ചെയ്യുന്നു, ജസ്റ്റ് അവർ നിന്ന് ചെക്ക് ചെയ്യും, പേരിന് വേണ്ടി ചെക്ക് ചെയ്യും, അപ്പോഴേ പറയും 108 കൊണ്ടുപോകാൻ പറയും. അപ്പോൾ ഈ വീഡിയോ എന്ന് മനസ്സിലാവുന്നത് ഇവര് ചികിത്സക്ക് വേണ്ടിയിട്ട് ആ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകും. അവിടുന്ന് ജസ്റ്റ് നോക്കിയിട്ട് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആശുപത്രിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോ നേരിട്ട് അവിടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ പോരെ. ഇതൊക്കെയാണ് ഈ ആശുപത്രിനെ അനാസ്ഥയായിട്ട് അവിടുത്തെ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയുന്നത്.
ഓക്കെ, ആശുപത്രിയിൽ അനാസ്ഥയുണ്ട്, അത് 100% സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. നമ്മ അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ട ചില മുൻകരുതലുകൾ ഉണ്ട് ഈ കാര്യത്തിൽ. ഈ പാമ്പിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഈ വീഡിയോ കാണിക്കുന്നത് അവരുടെ വീടിന്റെ ചുറ്റുപാടാണ്. ആ ചുറ്റുപാട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അവിടെ ഒരു കൂടുതൽ പാമ്പുള്ള സ്ഥലമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതേപോലെ ഒരു വൃത്തിയില്ലാത്ത ഏരിയയുമായിട്ട് എനിക്ക് ആ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ കൂട്ടി വെക്കാം, അവിടെ പാമ്പിനെ വസിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ടാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. അത് കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിച്ചാൽ മാത്രമേ ഈ പാമ്പ് വീട്ടിനുള്ളിൽ കയറുന്നത് നമുക്ക് തടയാൻ പറ്റൂ. ഇപ്പോൾ ചൂടുകാലാണ്. ചൂടുകാലത്തിൽ അവർ തണുപ്പിന് വേണ്ടിയിട്ട്, അതായത് പാമ്പുകൾ തണുപ്പിന് വേണ്ടിയിട്ടും ഫുഡിന് വേണ്ടിയിട്ടും നമ്മളെ വീടുകളിലേക്ക് കയറി വരും. അതിനു വേണ്ടിയുള്ള സുരക്ഷാ മുൻകരുതലുകൾ നമ്മൾ കൃത്യമായിട്ട് എടുക്കണം. പ്രത്യേകിച്ച് വീടിന്റെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞത് ഈ പട്ടിക്കൂട്, കോഴിക്കൂട്, ഈ വിറകൂനകൾ എന്നിവർ തുടങ്ങിയവ സുരക്ഷിതമായിട്ട് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതേപോലെ രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായിട്ടും ടോർച്ച് എടുത്തിട്ട് പോവുക. പിന്നെ നമ്മൾ കിടപ്പ് മുറിയിൽ ഇപ്പൊ ചൂടായത് കൊണ്ട് നമ്മളെ ജനലിന്റെ സൈഡിലാണ് ഒന്ന് കിടക്കുക. ഇല്ലെങ്കിൽ തറയിൽ കിടക്കും. ഈ തറയിൽ കിടക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ചില വീടുകൾ AC ഇല്ലാത്ത വീടുകൾ ഉണ്ടാവാം. അതുകൊണ്ട് നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തപ്പോൾ നമ്മ തറയിൽ കിടക്കുന്ന പ്രവണത ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മ സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല. ഈ തറയിൽ കിടക്കുന്ന മാക്സിമം ഒഴിവാക്കാം. കിടക്കയിൽ കിടക്കാൻ നോക്കുക. അതേപോലെ കിടക്കയിൽ കിടക്കുന്നതാണെങ്കിലും ജനലിന്റെ സൈഡ് കിടക്കാതിരിക്കാൻ നോക്കുക. കുറച്ച് മാറിയിട്ട് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ വീടിന്റെ പരിസരത്തുള്ള ഈ പൊന്തക്കാടുകള്, അതേപോലെ ഈ കല്ല് കൂട്ടിയിടുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കുക. അതൊക്കെ മാക്സിമം വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുക. പൊന്തക്കാടുകൾക്ക് വെട്ടി വൃത്തിയാക്കുക എന്നുള്ള ചെയ്യുന്നത്. അതേപോലെ നമ്മ ഓഫീസിൽ പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ ഉപയോഗിക്കുന്ന ഷൂസ്, വസ്ത്രങ്ങൾ, ഹെൽമെറ്റ്, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുത്ത് ധരിക്കുക. അതുപോലെ വേനൽക്കാലത്ത്, ഈ ചൂടുകാലത്ത് നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ഈ ജനലൊക്കെ തുറന്നിടുക, ഡോറ് തുറന്നിടുക. കാരണം കാറ്റുള്ളിലേക്ക് വരണല്ലോ തണുപ്പിന് വേണ്ടിയിട്ട്. അത് മാക്സിമം ഒഴിവാക്കുക. ഈ ജനൽ തുറക്കുമ്പോഴാണ് പാമ്പുകൾ ജനൽ വഴിയാണ് ഉള്ളിലേക്ക് വരിക. അത് ഒഴിവാക്കുക. അതേപോലെ ജനലിന്റെ സൈഡിനായിട്ടുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. അതിലൂടെയൊക്കെയാണ് ഇത് പിടിച്ചിട്ട് കയറി വരിക. അതേപോലെ വീടിന്റെ തറയോട് ചേർന്നിട്ടുള്ള ചെടിച്ചട്ടികൾ ഒഴിവാക്കുക. അത് കുറച്ച് ദൂരെ മാറിയോ വീടിനോട് ചേർന്നിട്ട് ചെടിച്ചട്ടികൾ മാക്സിമം തറയിൽ വെക്കാതിരിക്കുക. കാരണം ഈ ചെടിക്ക് നമ്മ വെള്ളം ഒഴിക്കുമല്ലോ. ഈ വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ നല്ല തണുപ്പായിരിക്കും. അപ്പൊ ഈ തണുപ്പിന് വേണ്ടിയിട്ട് ആ ചെടിച്ചട്ടികളിൽ ഇവര് അവിടെ അതിന്റെ ഷെൽട്ടർ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങും. അതേപോലെ ഈ വീടിന്റെ ചുമരിനോട് ഒട്ടി നിൽക്കുന്ന ചെടികളും മരക്കൊമ്പുകളൊക്കെ വെട്ടി മാറ്റാം. നമുക്കുണ്ടല്ലോ വീടിന്റെ സൈഡിലേക്ക് നമ്മൾ കയറൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെടികൾ വളർത്തും. അതേപോലെ വീടിന്റെ അടുത്തുള്ള മരം ഉണ്ടാവും. ആ മരക്കൊമ്പ് നമ്മൾ ചിലപ്പോൾ വീടിന്റെ സൈഡ് ഒട്ടിയായിരിക്കും. അതൊക്കെ വെട്ടി മാറ്റാം. ഇങ്ങനെയുള്ള സുരക്ഷാ ക്രമങ്ങൾ നമ്മൾ പാലിക്കണം. എന്നാൽ മാത്രമേ ഈ പാമ്പ് വീടിനുള്ളിലേക്ക് കയറി വരാനുള്ള സാധ്യത നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, പാമ്പിനെ കണ്ട നിങ്ങൾ തല്ലി കൊന്നു കളയാം. ഇപ്പൊ കുറെ റെസ്ക്യൂ ടീമും മറ്റേ വൈൽഡ് ലൈഫിന്റെ ഇതൊക്കെ പറഞ്ഞിട്ട് പാമ്പിനെ കൊല്ലാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മള് സ്നേക്കിന്റെ ഇവരെയൊക്കെ വിളിക്കുന്നു. എന്നിട്ട് പാമ്പിനെ പിടിച്ചിട്ട് അവര് വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നു. ഈ പാമ്പുകൾ തിരിച്ചും ഇങ്ങോട്ട് തന്നെയാ വരുന്നത്. പാമ്പിനെ തല്ലിക്കൊല്ലുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെരുമ്പാമ്പിനെ കൊല്ലുന്നതാണ് ഈ ക്രിമിനൽ കുറ്റം. അത് നമ്മുടെ വൈൽഡ് ലൈഫ് ആക്ട് പടി പെരുമ്പാമ്പിനെ കൊല്ലുന്നത് കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റുള്ള പാമ്പുകളെ കൊല്ലുന്നത് കുറ്റകരമായിട്ട് മുതലും. പിന്നെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ഏത് പാമ്പിനെ കൊന്നു കഴിഞ്ഞാലും അത് കേസ് നിലക്കില്ല. നമുക്ക് പ്രൂഫ് ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. നമ്മളെ പാമ്പിനെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവനെ കൊല്ലുതന്നെ വേറെ രക്ഷയുള്ളൂ. ഇങ്ങനെ കാര്യങ്ങൾ നോക്കുക. ഇപ്പം വരുന്ന ന്യൂസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം കുട്ടികളാണ് ഈ പാമ്പ് കടിയേറ്റ് മരിക്കുന്നതിൽ കൂടുതലായിട്ട് ഇപ്പം കണ്ടുവരുന്നത്. അതുകൊണ്ട് അച്ഛനമ്മമാര് കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്തെങ്കിലും കടിച്ചു എന്ന് പറയുന്നത് അതൊന്നല്ല എന്ന് പറയാണ്ട് പെട്ടെന്ന് തന്നെ ആശുപത്രി എത്തിക്കാൻ നോക്കുക. അവിടുന്ന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് വേറെ ആശുപത്രിയിൽ പോവുക. ഈ പാമ്പ് എന്ന് പറയുന്നത് പേടി കൊണ്ടുള്ള
മരണങ്ങളാണ് കൂടുതൽ നടക്കുക. പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ രക്തോട്ടം പേടിച്ചു കഴിഞ്ഞാൽ രക്തോട്ടം കൂടുതലാവും. അപ്പോൾ അതിന്റെ വിഷം ശരീരത്തിൽ കൂടുതൽ പടരും. അതുകൊണ്ട് തന്നെയാണ് മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് എല്ലാവരും എടുക്കാം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും